ഒരുപാട് ആളുകൾ ഈ നിരീശ്വരവാദികളാണ്, പ്രേതമില്ല ആത്മാവില്ല എന്നൊക്കെ പറയുന്ന ആളുകളാണ്. അപ്പൊ താങ്കൾ പറയുന്നത് ഇതുപോലെ ഒരുപാട് ആത്മാക്കളുടെ കേസുകൾ നേരിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യം പറയാം. ഒരു പെൺകുട്ടി വേറൊരാളുടെ കൂടെ വന്നതാണ്. അവൾ വിവാഹം ചെയ്ത് അവൾക്ക് 10 വർഷമായിട്ട് കുട്ടികളില്ല. 10 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. അന്നേരം അവർ വന്നിട്ട് പ്രാർത്ഥിച്ച് എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു നിന്റെ മേത്ത് പ്രേതബാധ ഉണ്ടെന്നോ. 10 വർഷമായിട്ടോ? 10 വർഷമായിട്ട് പ്രേതബാധ. അന്നേരം ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും പ്രാർത്ഥിച്ച് ഒന്നും നടക്കാഞ്ഞിട്ട് പെന്തിക്കോസിലേക്ക് മാറി. ഹിന്ദുവാണ്, പെന്തിക്കോസിലേക്ക് മാറി. അന്നേരം അവസ്ഥ ഒന്ന് ആലോചിക്കണം. അതായത് ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പെന്തിക്കോസിലേക്ക് മാറിയത്? അവിടെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, ഇവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമെങ്കിൽ പോരട്ടെ. നമ്മുടെ സമൂഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, മനസ്സിലായ. ഞാൻ പറഞ്ഞു ശരി, ഈ കുട്ടി പ്രേതബാധയുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ റിലേറ്റീവ് ഉണ്ട്. ഞാൻ കൈ വെച്ചപ്പോൾ തന്നെ വയലൻ്റായി. കൈ ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ വയലൻ്റായ വയലൻ്റായി. അത് ഞാൻ ക്ലിയർ ചെയ്തിട്ട് ഈ പെണ്ണിൻ്റെ അമ്മ വന്നത് കഴിഞ്ഞിട്ട് അമ്മ വന്നപ്പോഴാണ് എൻ്റെ അടുക്ക് ചോദിച്ചത്, ഞാൻ പെന്തിക്കോസാണ്, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു നേരത്തെ ആരായിരുന്നു? നേരത്തെ ഞാൻ ഹിന്ദുവായിരുന്നു, ഇപ്പോൾ ഞാൻ പെന്തിക്കോസ്, അതുകൊണ്ട് ഭഗവാനൊന്നും എനിക്ക് നോക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അമ്മയുടെ മേത്ത് അതിൻ്റെ ഒരു ഭാഗമുണ്ടാവും, അത് ഞാനത് കാണിച്ചു തരാം, മനസ്സിലാക്കി തരാം. എന്നിട്ട് അമ്മക്ക് അമ്മയുടെ വിശ്വാസങ്ങളും പ്രാർത്ഥനകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു. എനിക്ക് അതിനകത്ത് വിഷയം. അവിടെ എല്ലാവരും മതസ്ഥരും വരാറുണ്ട്, ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാവരും വരും. എന്നിട്ട് എന്തായി? അവരുടെ മേത്ത് ശരീരത്ത് കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞ് അത് മനസ്സിലായി. അവർക്ക് കാല് വലിച്ച് നടക്കണം. ഈ പ്രേതബാധ വിഷയം ഉണ്ടാകണവർക്കും കാലിന് കംപ്ലൈൻറ്റ് വരും.